നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ മത്സരം കടുക്കുകയാണ്. 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ 102 മണ്ഡലങ്ങളാണ് വെള്ളിയാഴ്ച വിധിയെഴുതുക. നിരവധി വിഷയങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ, അവകാശവാദങ്ങൾ എല്ലാറ്റിനുമൊടുവിൽ ജനം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിർണായക വിധിയെഴുത്ത് എന്താകും? ഒപ്പം ഇത് അടുത്ത ഘട്ടത്തിലുള്ള വോട്ടെടുപ്പിനെ ഏത് രീതിയിലാകും സ്വാധീനിക്കുക? വോട്ടുകാര്യം ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ്. ആദ്യം ദില്ലി ചലോ. ആരോമലാണ് വിലയിരുത്തലുകളുമായി ചേരുന്നത്. ആരോമൽ, വെള്ളിയാഴ്ച ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. 102 മണ്ഡലങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഇതിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളുമുണ്ട്. ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നിരവധി മണ്ഡലങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. നമുക്ക് മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്ക് വന്നാൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായും ചർച്ചയായത്? ഏതൊക്കെ വിഷയങ്ങൾ ഈ വോട്ടെടുപ്പിൽ സ്വാധീനിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? എന്തായാലും ഇന്ത്യ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. 102 മണ്ഡലങ്ങൾ, 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 102 മണ്ഡലങ്ങളിലെയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാടാണ്. എന്നാലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും പല മണ്ഡലങ്ങളിലും നാളെ 19-ആം തീയതി ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തരേന്ത്യയെ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഇത്തവണയും രാമജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യ തന്നെയായിരിക്കും. കാരണം അയോധ്യ ക്ഷേത്രം BJPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം പോലെ അത് നിർമ്മിച്ച വിശ്വാസികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രചാരണായുധമായി ഇത്തവണയും BJP ഹിന്ദി ഭൂമിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി, അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ്, CAA, അങ്ങനെ പല പല വിഷയങ്ങളാണ് എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിലൂടെ ആഞ്ഞടിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന രാമക്ഷേത്രവും അതുപോലെ ഉയർത്തിക്കൊണ്ടുവന്ന രാമക്ഷേത്രവും CAAയും ഏക സിവിൽ കോഡും ആർട്ടിക്കിൾ 370 ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് BJP എനിക്ക് തോന്നുന്നു ഇത്തവണയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഉത്തർപ്രദേശിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 80 സീറ്റുകളിൽ 60 മേൾ ഇത്തവണയും തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ഉത്തരാഖണ്ഡിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പുണ്ട്. ഉത്തരാഖണ്ഡിലെയും മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. ഉത്തരാഖണ്ഡ് നമുക്കറിയാം പരമ്പരാഗതമായി തന്നെ BJPക്ക് വളരെ വലിയ സ്വാധീനമുള്ളൊരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അങ്ങനെ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും പൂർണ്ണമായും BJPയിലേക്ക് ചാഞ്ഞാൽ വലിയൊരു മെജോറിറ്റിയിലേക്ക് ചിലപ്പോൾ BJP പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിൽ എത്രത്തോളം ഒരു സ്വാധീനം, അവിടെ പ്രധാനമായും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമാണ് ഒറ്റക്കെട്ടായി മത്സരിക്കുന്നത്. BSP വെവ്വേറെയും അതുപോലെ തന്നെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും BJPയുമാണ് ഏറ്റവും വലിയ പാർട്ടികൾ. അതുകൊണ്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് എത്രത്തോളം സീറ്റ് ഇത്തവണ ഉത്തർപ്രദേശിൽ പിടിച്ചെടുക്കും എന്നതനുസരിച്ചായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ന് നിർണ്ണയിക്കുന്നത്. കാരണം ഉത്തർപ്രദേശ് തന്നെയാണ് ഇന്ത്യ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ പോകുന്നത്. അവിടെ ഇത്തവണയും BJPയുടെ ഒരു ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണെങ്കിൽ BJP തന്നെ അല്ലെങ്കിൽ NDA തന്നെയായിരിക്കും ഇത്തവണയും അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മോദിയുടെ മൂന്നാം മൂഴം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. അതേസമയം എന്താണ് അഖിലേഷ് യാദവിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും കയ്യിലുള്ള ആവനാഴിയിലുള്ള അസ്ത്രങ്ങൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഇന്ന് ഒരു സംയുക്ത വാർത്താ സമ്മേളനമൊക്കെ ഇരു നേതാക്കളും വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേഠിയിൽ മത്സരിക്കുന്ന കാര്യവും പാർട്ടി ഉടൻ തന്നെ തീരുമാനിക്കും, അല്ലെങ്കിൽ അമേഠിയിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒന്നാം ഘട്ട അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് പോയി അവിടെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അമേഠിയിലേക്ക് അവസാന ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ് വരുന്നത്. അതുകൊണ്ട് അതിനുള്ളൊരു സാധ്യത എന്തായാലും ഉണ്ട്. എന്നാലും രാഹുൽ ഗാന്ധി എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് സംശയകരമാണ്. കാരണം 2 തവണയും സ്മൃതി ഇറാനി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു മണ്ഡലമാണ് അമേഠി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഭയപ്പാട്
ഭയപ്പാട് അല്ലെങ്കിൽ ഒരു ആശങ്ക ചിലപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് കാണും. വീണ്ടും അവിടെ പോയി രാഹുൽ ഗാന്ധി തോറ്റാൽ അത് വലിയൊരു ക്ഷീണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് തന്നെ സ്മൃതി ഇറാനിയെ പേടിച്ചിട്ടാണെന്നൊരു ആരോപണം ഇപ്പോൾ എപ്പോഴും BJP ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് ഒന്ന് സൂക്ഷിച്ചും കണ്ടു അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി എന്തായാലും അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഇനി അത് തന്നെയായിരിക്കും. കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു വിധി എഴുതുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെയായിരിക്കും. തീർച്ചയായും അത്രയും നിർണായകമാണ് ഉത്തരേന്ത്യയിലെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാടാണെന്ന് തോന്നുന്നു. കാരണം ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യമെടുത്താൽ 5ാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. 39 മണ്ഡലങ്ങൾ തമിഴ്നാട്ടിലും 1 മണ്ഡലം പുതുച്ചേരിയിലുമായി 40 മണ്ഡലങ്ങളിൽ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. പണ്ടൊക്കെ 2 ദ്രാവിഡ മുന്നണികളുടെ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ BJP ശക്തമായൊരു കടന്നുകയറ്റത്തിനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. 8 തവണയോളം പ്രധാനമന്ത്രി തന്നെ അവിടെ വന്ന് പ്രചരണം നടത്തിയിട്ടുണ്ട്. 2 അക്ക സീറ്റുകൾ സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസമാണ് BJP നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെയായാലും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് BJPക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? പല സർവേകളും പറയുന്നത് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെയാണ്. എന്തായാലും തമിഴ്നാട് എന്ന് പറയുന്നത് പരമ്പരാഗതമായി രജേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ദ്രാവിഡ മുന്നണികൾ അല്ലെങ്കിൽ ദ്രാവിഡ കക്ഷികളെ മാത്രം പിന്തുണച്ച് പോന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ അവർ അതായത് DMK ആവട്ടെ ADMK ആവട്ടെ അവർ ഏത് മുന്നണിയിൽ ചേരുന്നു ആ മുന്നണിയായിരിക്കും പിന്നീടുള്ള കാലങ്ങളും അവിടെ ജയിച്ചു പോരുന്നത്. ഒരു നിയമസഭയിൽ DMK ആണ് ജയിക്കുന്നതെങ്കിൽ ആ അടുത്ത് വരുന്ന ലോക്സഭയിലും DMK നേതൃത്വമുള്ള മുന്നണിയാണ് അവിടെ ജയിച്ചു പോരുന്നത്. അതാണ് ഒരു കീഴ്വഴക്കം. അതനുസരിച്ച് നോക്കുമ്പോൾ DMK അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ നിലവിൽ തമിഴ്നാട് ഭരണം കൈയാളുന്നത്. അവർക്ക് തന്നെയായിരിക്കും ലോക്സഭയിലും സാധ്യത കൂടുതൽ. അവർ DMK അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടുന്നത് 30 മുതൽ 35 സീറ്റ് ഷുവർ എന്നാണ് ഇന്ത്യ മുന്നണി കണക്ക് കൂട്ടുന്നത്. അത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിക്ക് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ പോകുന്നൊരു സംസ്ഥാനം തന്നെ തമിഴ്നാടായി മാറാനും സാധ്യതയുണ്ട്. കാരണം മറ്റൊരു സംസ്ഥാനത്തിലും അവർക്ക് ഇത്രയും വലിയൊരു അവകാശവാദം ഉന്നയിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും പശ്ചിമബംഗാളൊക്കെ 40 മുകളിൽ സീറ്റുകളുണ്ട് അല്ലെങ്കിൽ 80 ഒക്കെ സീറ്റുണ്ടെങ്കിലും അവർക്ക് കോൺഫിഡൻറ്റോടെ നമുക്ക് 30 മുകളിൽ അല്ലെങ്കിൽ 35 സീറ്റ് വരെ നമുക്ക് ലഭിക്കുമെന്ന് കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. അവിടെ അവർക്ക് തന്നെയാണ് DMK അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് സാധ്യതയുമുള്ളത്. അവിടെയാണ് BJP ഒരു കടന്നുകയറ്റത്തിന് അല്ലെങ്കിൽ ഒരു വിള്ളൽ വോട്ട് വീതത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന് അവർ നേതൃത്വം നൽകുന്നത് അണ്ണാമലൈ എന്നൊരു യുവ നേതാവാണ്. മുൻ IPS ഉദ്യോഗസ്ഥനും കൂടെയാണ് അണ്ണാമലൈ. അദ്ദേഹത്തിൻ്റെ തീപ്പൊരി പ്രസംഗങ്ങളും അദ്ദേഹം DMKക്കെതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളും എൻ മക്കൾ എൻ മണ്ണ് ഒരു പദയാത്രയൊക്കെ അദ്ദേഹം തമിഴ്നാട്ടിലുടനീളം നടത്തിയിരുന്നു. അതൊക്കെ വലിയൊരു വോട്ട് സ്വാധീനമായി മാറുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. പ്രധാനമന്ത്രി അടക്കം 8 തവണയാണ് കഴിഞ്ഞ 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാട്ടിൽ പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് റാലി നടത്തിയത്. വലിയ ജനപങ്കാളിത്തവും അതിനൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത് രാമനാഥപുരം, അതുപോലെ തന്നെ ഊട്ടി, ഡിണ്ടിഗൽ, കോയമ്പത്തൂർ, കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങളാണ്. ആ 4 അല്ലെങ്കിൽ ഒരു 5 സീറ്റ് എന്തായാലും ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം എന്തായാലും BJPക്കുണ്ട്. 10 സീറ്റ് വരെയാണ് അവർ അവകാശപ്പെടുന്നതെങ്കിലും ഒരു 5 സീറ്റ് ഷുവർ എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിൽ തന്നെ കോയമ്പത്തൂർ ആണ് നമുക്ക് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ അവിടെ നേരിട്ട് മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് കോയമ്പത്തൂർ. അതോടൊപ്പം തന്നെ കന്യാകുമാരി 2 തവണ BJPക്ക് MP നൽകിയൊരു മണ്ഡലമാണ് കന്യാകുമാരി. അതുപോലെ തന്നെ രാമനാഥപുരത്ത് സ്ഥിരമായി 2ാം സ്ഥാനത്ത് വരുന്നൊരു പാർട്ടിയും BJP തന്നെയാണ്. അങ്ങനെ BJPക്ക് ഒരു ശക്തി എന്തായാലും തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് എത്രത്തോളം അവർക്ക് വോട്ടായി മാറും അല്ലെങ്കിൽ സീറ്റായി അതൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ വിജയം അവർക്ക് ഇന്ത്യയുടെ ഭരണം ആർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയുടെ ഭരണം കൈയാളാൻ പാകത്തിനൊരു സീറ്റെണ്ണം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് എന്തായാലും തമിഴ്നാട്. അതുകൊണ്ട് വളരെ പഴുതടച്ച പ്രചാരണവും അതോടൊപ്പം തന്നെ വലിയ ഗ്രൗണ്ട് വർക്കൊക്കെയാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും CPM-ഉം DMK-യും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ മുന്നണി അവിടെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് അവർ വളരെ വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തീർച്ചയായും. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നേരത്തെ ആരോമൽ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണത്. എങ്കിലും BJPക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെ ഇരുവരും ഉന്നയിക്കുകയും ചെയ്തു. അതിൽ ഉയർന്നു വന്നൊരു ചോദ്യത്തിന് മറുപടിയായാണ്
അമേഠിയിൽ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഒപ്പം തന്നെ ഇരുവരുടെയും ആരോപണങ്ങളെയും നമുക്ക് എങ്ങനെ വിലയിരുത്താം? അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നത് നമ്മൾ പല ലോക്സഭാ ഇലക്ഷൻ കാലങ്ങളിലെല്ലാം കേട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2009 ലോക്സഭ ഇലക്ഷൻ തൊട്ട് അവർ അവിടെ മത്സരിക്കുന്ന കാര്യം ചർച്ചയാവുന്നുണ്ട്. എന്നാൽ പലപ്പോഴായിട്ട് അവർ തട്ടിക്കളയുകയും ചെയ്യും. എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, എന്നാൽ പ്രചാരണത്തിനൊക്കെ ഞാൻ ഇറങ്ങുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. എന്നാൽ ഇത്തവണ അമേഠിയിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒരു 3 വട്ടമെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും. കാരണം കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ 2 തവണയും വലിയൊരു ഭൂരിപക്ഷത്തിനാണ്. അതിൽ തന്നെ സ്മൃതി ഇറാനി ആദ്യം മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയാണ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ തോൽപ്പിച്ചത്. 2ാം വട്ടവും സ്മൃതി ഇറാനി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. 3ാമതും ഒരു ഹാട്രിക് വിജയമാണ് എന്തായാലും സ്മൃതി ഇറാനി അവിടെ ലക്ഷ്യമിടുന്നത്. അവിടെയാണ് ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മയോടുകൂടി രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. തനിക്ക് അവിടെ മത്സരിക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എനിക്കൊന്ന് രാഹുൽ ഗാന്ധിക്ക് തന്നെ മനസ്സിലുണ്ട്. അത് ഇനിയിപ്പോൾ പാർട്ടി തീരുമാനിക്കുകയാണ്. പാർട്ടിയുടെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊരു വോട്ട് വിഹിതം കൂടുകയുള്ളൂ എന്ന് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കും. അല്ലാത്ത പക്ഷം രാഹുൽ ഗാന്ധിക്ക് വലിയ താല്പര്യമൊന്നും അമേഠിയിൽ പോയി മത്സരിക്കാൻ ഇത്തവണ കാണില്ല. കാരണം ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് വയനാട്ടിൽ നിന്ന് വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം ഇത്തവണ ജയിക്കുമെന്നാണ് കോൺഗ്രസും UDF എല്ലാം കണക്ക് കൂട്ടുന്നത്. ആ ഒരു അവസരത്തിൽ അമേഠിയിൽ പോയി ഒരു റിസ്ക് എടുക്കണോ, അല്ലെങ്കിൽ അമേഠിയിൽ ഇനിയിപ്പോൾ മത്സരിച്ചാൽ തന്നെ അവിടെ ഒരു തോൽവി ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഉത്തരേന്ത്യയിൽ നിന്ന് കാലക്രമേണ മങ്ങും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു റിസ്ക് ഫാക്ടറാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പാർട്ടി എന്തായിരിക്കും തീരുമാനിക്കുക അത് മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും 1ാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുകയാണ് രാജ്യം. ആദ്യഘട്ടത്തിൽ 102 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലെത്തുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ്, അതിൻ്റെ വിലയിരുത്തലുകളാണ് ആരോമൽ നടത്തിയത്. ഇനി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. 20-ൽ ആര്? കേരളം വിധിയെഴുതാൻ ഇനി 9 നാൾ മാത്രം. വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ ആക്രമണവും വയനാട്ടിലെ റോഡ് ഷോകൾക്ക് മറുപടിയായി ചെങ്കൊടിക്കൊപ്പം പച്ചക്കൊടിയും ഉയർത്തിയുള്ള LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ റോഡ് ഷോയുമാണ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി രജീഷ് നരിക്കുനിയും അഭിജിത്ത് ജയനും ചേരുന്നുണ്ട്. ആദ്യം രജീഷ് നരിക്കുനിയാണ്. രജീഷ്, വടകര മണ്ഡലത്തിൽ ഒന്നു മാറി പല വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. പാനൂരിലെ ബോംബായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെങ്കിൽ ഇപ്പോൾ KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണമാണ്, വ്യാജ പ്രചരണങ്ങളാണ് പ്രചരണ രംഗത്ത് കത്തി നിൽക്കുന്നത്. ഇത് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ കൂടി അറിവോടുകൂടിയാണ് എന്ന രീതിയിലുള്ള ആരോപണമാണ് KK ശൈലജ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് അതിനു മറുപടിയായി UDFൻ്റെ 2 വനിതാ MLA മാർ വാർത്താസമ്മേളനം നടത്തി മറുപടി പറയുകയുണ്ടായി. ഏത് രീതിയിലാണ് ഈ വിഷയം വടകര മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് കത്തുന്നത്? രജീഷ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വടകരയിൽ ഉണ്ടാകുന്ന ചർച്ചകളാണ് ഈ സംസ്ഥാനം മുഴുവൻ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയിലേക്ക് വരുന്നതെന്ന കാര്യം തന്നെയാണ്. തുടക്കത്തിൽ പാനൂർ ബോംബ് സ്ഫോടനമായിരുന്നു. അത് സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം, അതും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മണ്ഡലത്തിലെയും ഇത്തരത്തിലൊരു വിഷയം ഉയർന്നു വന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വടകര മണ്ഡലത്തിൽ അത്തരത്തിൽ ഒരു ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായിരുന്ന സൈബർ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണ് UDFൻ്റെ 2 MLA മാരും ഇന്ന് അവിടെ വാർത്താ സമ്മേളനത്തിൽ ചെയ്തിരിക്കുന്നത്. KK രമയായാലും അതോടൊപ്പം തന്നെ ഉമാ തോമസും 2 പേരും അതിനെ അപലപിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ എടുത്തു പറയുന്ന കാര്യം, ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നടത്തിയതിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് ഒരു പങ്കുമില്ല എന്ന് അവർ എടുത്തു പറയുന്നു. കാരണം ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരാണ്, ഇടതു സർക്കാരാണ്, പോലീസും ഒക്കെ അവരുടെ കയ്യിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എന്തുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഇരുവരും അവിടുന്ന് ഉയർത്തുന്ന കാര്യം. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞൊരു കാര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ പാനൂരിലെ ബോംബ് സ്ഫോടനം അത് ചീറ്റിപ്പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നുണ ബോംബ് കൂടി ഇടതുമുന്നണി അവിടെ കളത്തിലിറക്കിയിരിക്കുന്ന വിമർശനമാണ് ഇന്ന് VD സതീശനും അവിടെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു സൈഡിൽ KK രമയെ പിന്താങ്ങിക്കൊണ്ട് ഉമാ തോമസ്
തോമസും അതോടൊപ്പം തന്നെ കെ രമയും വരുമ്പോൾ ഈ സൈബർ ആക്രമണത്തെ അവർ പൂർണ്ണമായും തള്ളിക്കളയാണ്. UDF-ന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നോ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു ലീഗ് പ്രവർത്തകനെ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇത് UDF-നൊരു തിരിച്ചടിയായി മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ഒരു UDF ലീഗ് അവിടുത്തെ മാഹിയിലെ പഞ്ചായത്ത് പ്രവർത്തകനാണ്. കാരണം ഒരു കമൻ്റ് ഇട്ടതിൻ്റെ പേരിലാണ്, മോശം രീതിയിൽ കമൻ്റ് ഇട്ട പേരിലാണ് അത്തരത്തിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതൊരു പക്ഷേ വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം അറസ്റ്റിലായത് UDF പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ UDF നേതാക്കളും അല്ലെങ്കിൽ UDF പ്രവർത്തകരുമാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനായിരിക്കും അവിടെ തീർച്ചയായിട്ടും ഇടതുമുന്നണി സർക്കാർ അല്ലെങ്കിൽ ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇത് സ്ഥാനാർത്ഥി അവിടെ ശ്രമിക്കുന്നത്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഒരു അശ്ലീല വീഡിയോ മോർഫ് ചെയ്ത വീഡിയോ പുറത്തു വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആരും അത്തരത്തിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഈ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന ചോദ്യമാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശൈല ടീച്ചർ തൊണ്ട ഇടറിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്ന് പുറത്തുനിന്നവർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട്. അല്ല, അത് മാത്രമല്ല, ഇതിൽ LDF-ഉം CPM മറുപടി പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഇന്ന് വനിതാ MLA-മാരാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഉയർത്തുന്നുണ്ട്. കാരണം 20 ദിവസം മുമ്പാണ് ഇത്തരമൊരു ആരോപണം CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നടത്തിയത് ശൈല ടീച്ചർക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന CPM-ൻ്റെ ഒരു നേതാവിനെതിരെ ഇത്തരമൊരു പരാതി ഉയർന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് പോലീസിന് അതിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആഭ്യന്തര വകുപ്പിനെതിരെയാണ് വിരൽ ചൂണ്ടുന്നത് ഇവരെല്ലാം. എന്തായാലും നമുക്കതിൽ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് ആദ്യം കേൾക്കാം. ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രസ്തുതിക്കുന്നില്ല, ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ വൈകാരികമായി തൊണ്ടയിറങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുത്തിയാണ്. ഇത് 20 ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ എന്നാ നടപടി എടുക്കാത്തതെന്ന്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ അതോടൊപ്പം കെ രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വൃന്ദാകാരാട്ടും ഉണ്ടായിരുന്നില്ല. ലതിക സുഭാഷിനെ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജിൽ വെച്ച് പീഡിപ്പിച്ച, IC യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച, സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവര്. അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല, ഈ സ്ത്രീപക്ഷവാദികളെ ആരെയും കണ്ടില്ല. ഇതാണ് CPM മറുപടി പറയേണ്ടി വരുന്നൊരു വിഷയമാണ്. മാത്രമല്ല കെ രമയുടെ കാര്യമാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ പോലും ഉണ്ടായ സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളെക്കുറിച്ച് ആ ഘട്ടത്തിലൊക്കെ വിമർശനമുയർന്നതാണ്. ഇപ്പോൾ കെ ശൈലജയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പോലീസ് അവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ UDF ഇതിനെതിരായി ഉയർത്തി കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു സൈബർ ആക്രമണം ഉണ്ടായി എന്ന കാര്യം ഇടതുമുന്നണി സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും ഇടതുമുന്നണി നേതാക്കളും അവിടെ ഉയർത്തി കാട്ടുമ്പോൾ മറ്റൊരു വശത്ത് ഇതിൻ്റെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയവരെ പിടികൂടുന്നില്ല എന്ന ഒരു വലിയ ചോദ്യം തന്നെ പ്രതിപക്ഷ അംഗങ്ങളും സ്ഥാനാർത്ഥിയും ഒക്കെ അവർ ഉയർത്തുകയാണ്. കാരണം 20 ദിവസം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു സൈബർ ആക്രമണം നടത്തിയവരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തി ഏറെയാണെന്ന് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു കെ ശൈലജയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആക്രമണം അത് അവിടുത്തെ നമുക്കറിയാം ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രഗത്ഭരായ ഒരു സ്ഥാനാർത്ഥിയാണ് വടകരയിൽ മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഇടതുമുന്നണി സർക്കാർ കാണുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അവർക്ക് നേരെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് സർക്കാരിന് തടയാനോ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാനോ കഴിയുന്നില്ല? അതോടൊപ്പം 20 ദിവസം നേതാക്കൾ നേരത്തെ 20 ദിവസം മുമ്പാണ് നേതാക്കളൊക്കെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്ന കാര്യം പറയുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ഏറെ പ്രസക്തമാണ് ഇവിടെ. അതോടൊപ്പം വടകരയിലെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, വെണ്ണപ്പാളികൾ എന്ന ഒരു പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ്. അതിനെതിരെയും ഇപ്പോൾ പരാതി കൊടുക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. കെ രമ ഇന്ന് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജയരാജനെതിരെ അവർ പോലീസിൽ പരാതി നൽകാനാണ്. അത്തരത്തിലൊരു പരാമർശം, സ്ത്രീവിരുദ്ധമായ മോശം പരാമർശം നടത്തിയ പി ജയരാജനെതിരെ കേസ് കൊടുക്കാനും അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അതുമാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്കെതിരെ അന്ന് നടത്തിയ ഒരു പരാമർശമുണ്ടായിരുന്നു.
എ വിജയരാഘവൻ്റെത്, ഒപ്പം എം മണി പലപ്പോഴായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ, ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ് ചെയ്യുന്നത്. ഒപ്പം കെ രമയ്ക്കെതിരെ തന്നെ ഉയർന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചെല്ലാം അതെല്ലാം സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴും നിറയുന്നുണ്ട്. അപ്പം ഒരു കണക്കിന് ഈ വിവാദം LDFന് തിരിച്ചടിയായി മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടിയിരിക്കും. കാരണം ഈ രണ്ട് വിവാദങ്ങളും ഇപ്പോൾ എവിടെ എത്താത്തത്. ഒന്ന്, പി ജയരാജൻ്റെ ആണെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്ന വലിയ പ്രചരണം അവിടെ മണ്ഡലത്തിൽ UDF നടത്തുന്നുണ്ട്. കാരണം ആ പോസ്റ്റർ അടക്കം ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണമാണ് അവിടെ നടത്തുന്നത്. അതിൻ്റെ ഇന്ന് പോലീസിൽ പരാതി നൽകാനും അവർ തയ്യാറാവുന്നു. അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണം, അതിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള സൈബർ ആക്രമണം പോലും തടയാൻ കഴിയാത്തൊരു സർക്കാരാണോ കേരളം ഭരിക്കുന്നതെന്ന ഒരു കാര്യവും പ്രചരണത്തിൽ ഇനി വരും ദിവസങ്ങളിൽ അവിടെ UDF ഉപയോഗിക്കാനാണ് സാധ്യത. ഇനി ആകെ കുറച്ച് ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ. അവസാനഘട്ട ഓട്ടത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അതിനിടയ്ക്ക് ഈ ഒരു വിവാദം കൂടി വലിയ രീതിയിൽ കത്തുകയാണെങ്കിൽ ഇതിന് മറുപടി നൽകുകയും പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥാനാർത്ഥികൾ അവർക്ക് എത്രത്തോളം അതൊക്കെ മറികടക്കാൻ കഴിയുമെന്ന ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇനി അഭിജിത്ത് ജയനിലേക്കാണ്. അഭിജിത്ത്, കഴിഞ്ഞ ദിവസം വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുടെ ഒരു റാലിയാണ് ചർച്ചയാവുന്ന മറ്റൊരു വിഷയം. റാലിയിൽ INLൻ്റെ പച്ചക്കൊടി ഏന്തിക്കൊണ്ടുള്ള പ്രകടനമായിരുന്നു അത് ചർച്ചയാവുന്നു. അതിൽ സ്ഥാനാർത്ഥി പല മാധ്യമങ്ങളോടും പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. രാഹുൽ ഗാന്ധി വന്നപ്പോൾ UDF നടത്തിയ റാലിയിൽ കോൺഗ്രസിൻ്റെ പതാകയോ മുസ്ലിം ലീഗിൻ്റെ പതാകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗിച്ചത് ഉത്തരേന്ത്യയിൽ BJP വലിയ പ്രചരണായുധമാക്കി മാറ്റിയിരുന്നു. പാകിസ്ഥാൻ്റെ പതാകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലിലാണ് ഇത്തവണ UDF പ്രവർത്തകർ വയനാട്ടിൽ ഒരു പതാകയും ഉപയോഗിക്കാതിരുന്നത് അവരുടെ റാലിയിൽ. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയത്, വലിയ പരിഹാസമുയർത്തിയത് LDF ആണ്. ആ LDFൻ്റെ റാലിയിലാണ് INLൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് പച്ചക്കൊടി ഏന്തിക്കൊണ്ട് ആളുകൾ അണിനിരക്കുകയൊക്കെ ചെയ്തത്. ഇത് തങ്ങളുടെ ഘടകകക്ഷികൾക്ക് അവരുടെ പതാക മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഇടത് നേതാക്കളും പറയുന്നത്. ഇത് ഏത് രീതിയിലാണ് പ്രചരണ രംഗത്ത് ചർച്ചയാവുന്നത്? രജീഷ് സൂചിപ്പിച്ചതുപോലെയാണ് CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആനി രാജ. അവർ വയനാട്ടിൽ മത്സരിക്കുകയാണ്. അവരുടെ റോഡ് ഷോയിലാണ് ഇത്തരത്തിൽ INLൻ്റെ പതാക ഏന്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രചരണ പരിപാടി നടന്നത്. നമ്മുടെ വൃന്ദാക്കാരാട്ടും പങ്കെടുക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവർ അതിനെ ഏതായാലും ഈ INLൻ്റെ പതാക ഏന്തിക്കൊണ്ട് ഈ ചെങ്കൊടിക്കൊപ്പം തന്നെ നടത്തിയ റോഡ് ഷോയെ പൂർണ്ണമായും അഭിനന്ദിക്കുന്ന, അല്ലെങ്കിൽ അവർ അതിൽ അഭിമാനം കൊള്ളുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പ്രവർത്തകർ കൊടിതോരണങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. ഇതിനെതിരെ നിശ്ചിതമായ വിമർശനം CPM കേന്ദ്രങ്ങളിൽ നിന്ന് പോലും നേരത്തെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തന്നെ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ INL, പ്രത്യേകിച്ച് CPMലെ ഘടകകക്ഷി കൂടിയാണ്, ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏതായാലും ഈ ഒരു പതാക ചെങ്കൊടിക്കൊപ്പം തന്നെ INLൻ്റെ പതാക കൂടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനും കഴിയുന്നത്. വൃന്ദാക്കാരാട്ട് ആ പ്രസംഗത്തിൽ തന്നെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം MP ആണോ വേണ്ടത്, അതല്ലെങ്കിൽ ഒരു ഫുൾ ടൈം MP ആണോ വേണ്ടത് എന്നുള്ള കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച MP ആയിട്ട് പോലും അവിടെ വേണ്ടിയ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചിതമായി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന കാഴ്ചയും നമ്മൾ ആ റോഡ് ഷോയിലും അതിന് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിനും നമ്മൾ കാണുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല അമേഠിയിലേക്കും ഒപ്പം തന്നെ റായ്ബറേലിയിലേക്കും നിലവിൽ രാഹുൽ ഗാന്ധി പോകില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി അവർ ഏതായാലും ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഏതായാലും വയനാട്ടിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വലിയ തോതിൽ ഈ കൊടിതോരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പ്രചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും LDFനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് BJP കൂടി ഏതായാലും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിന് അനുബന്ധമായി നമുക്ക് വ്യക്തമാക്കാനും കഴിയുന്നുണ്ട്. രജീഷ്, അല്ല, അവിടെ എന്തായാലും NDAക്ക് അപ്പുറത്തേക്ക് അവിടെ ഇന്ത്യ മുന്നണിയിലുള്ള 2 പ്രമുഖ നേതാക്കളാണ് മുഖാമുഖം ഏറ്റുമുട്ടുന്നത് എന്നതാണ് പ്രത്യേകത. NDA സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതടക്കമുള്ള ചർച്ചകളിലാണ്, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളാണ് പ്രചരണ രംഗത്ത് ഉയർത്തുകയും ചെയ്യുന്നത്. ഈ പതാക ഉയർത്തിയ കാര്യം പറയുകയാണെങ്കിൽ CPIക്ക് അവിടെ ഏത് പതാക വേണമെങ്കിലും ഉയർത്താം, പതാക ഏന്തിക്കൊണ്ട് റാലിയിൽ പങ്കെടുക്കാം. കാരണം അതൊന്നും തന്നെ മറ്റൊരു സംസ്ഥാനത്തും ആരും പ്രചരണത്തിന് ഉപയോഗിക്കില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പച്ചക്കൊടി ഉയരുമ്പോൾ കഴിഞ്ഞ തവണ കണ്ടതുപോലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കില്ലേ അവരത് മാറ്റി പരീക്ഷിച്ചത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്തരത്തിൽ അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നത് കോൺഗ്രസിനെ വലിയ തോതിൽ വെട്ടിലാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി ആകാം ഒരു പക്ഷേ പതാകകളോ മറ്റ് ഒന്നും തന്നെ വേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് റോഡ് ഷോയിലും ഈ പ്രചരണ രംഗത്തും ഒക്കെ തന്നെയും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രവർത്തകരൊക്കെ തന്നെയും പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് ഈ റോഡ് ഷോയ്ക്കൊപ്പം ചേരുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടത്. നേരത്തെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയ വേളയിലും ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ ഉപയോഗിക്കാത്തതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായൊരു കൊടിതോരണങ്ങൾ ഏന്തിക്കൊണ്ട് ഒരു റോഡ് ഷോ പോലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ആ പാർട്ടി നേരിട്ടിരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും CPM പൂർണ്ണമായും ഘടകകക്ഷി കൂടിയായിട്ടുള്ള INL പതാക കൂടി ഇതിലേക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ റോഡ് ഷോ നടത്തി പൂർണ്ണമായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അത് കൃത്യമായി തുറന്നു കാട്ടുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് പ്രധാനമായും തന്നെയുണ്ട്. മറ്റൊന്ന് രജീഷ് സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഏതായാലും താരപ്രചാരകരായി തന്നെ ഈ കൂടുതൽ നേതാക്കൾ വയനാട്ടിലേക്ക് എത്തി അവിടെ പ്രചരണ പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രചരണം കിട്ടുന്ന ഒരു മണ്ഡലമായി വയനാട് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം. സ്വാഭാവികമായും തന്നെ ഇതൊക്കെ തന്നെയും വോട്ടായി മാറുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ആരെ തുണയ്ക്കും ജനം എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ അപ്പോഴും ഈ കൊടിതോരണങ്ങൾ വിവാദങ്ങളിൽ നിറയുമ്പോഴും അവിടുത്തെ സാധാരണ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിലൊക്കെ തന്നെയും നേരത്തെ അവിടെ MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഒക്കെ തന്നെയും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഇനിയിപ്പോൾ മറ്റൊരു പുതിയ MP അവിടെ വന്നാൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളൊക്കെ തന്നെയും ജനം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ജനം ആവർത്തിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല സുരേന്ദ്രൻ ഏതായാലും രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗണപതി വട്ടത്തിലേക്ക് പൂർണ്ണമായും പോയി കഴിഞ്ഞു. അല്ലെങ്കിൽ ഗണപതി വട്ട പരാമർശവും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലൊക്കെയാണ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് BJP കണ്ണോടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമായി നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടി നിലവിൽ ഏതായാലും ഉണ്ട്. ഏതായാലും ഈ ബൃന്ദ കാരാട്ട് ഈ പ്രധാനമായും തന്നെ ആനി രാജയുടെ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും പൂർണ്ണമായും വിമർശിക്കുന്ന കാഴ്ച തന്നെയും കാണാൻ കഴിഞ്ഞു. മാത്രമല്ല കൃത്യമായ ഒരു നിലപാട് അവർ വിശദീകരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി. തീർച്ചയായും ഇനിയിപ്പോൾ നമ്മുടെ ഈ മാസപ്പടി കേസും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പലരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഇത് നീളുമെന്ന പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനെതിരെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഈ മാസപ്പടി കേസ് എങ്ങനെയാണ്, അതിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ നടക്കുന്നു, ഒപ്പം തന്നെ അത് പ്രചരണ രംഗത്ത് ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു? ഈ മാസപ്പടി കേസ് അത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ സജീവ ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രധാനമായും തന്നെ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിൽ ദുരൂഹ പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നതാണ് EDയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയും ഈ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ കമ്പനി അധികൃതരെയും ഒപ്പം തന്നെ ഇതിലെ പ്രധാനികളെയും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചിരുന്നു. ഇങ്ങനെ 3 പേരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടം കൂടി പ്രധാനമായും തന്നെയുണ്ട്. CMRലുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെയും ഏതായാലും വിളിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഏതായാലും CMRലിൻ്റെ MD SN ശശിധരൻ കർത്തയോട് നേരത്തെ തന്നെ 2 തവണ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് അല്പസമയം മുമ്പ് നമുക്ക് കിട്ടുന്ന ED ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലിയുമായി ആലുവയിലെ SN ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ പലതവണ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കുകയും മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കുകയും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും മകൾക്കുമുള്ള പങ്കിനെക്കുറിച്ച് CPM നേതാക്കൾക്കുമുള്ള പങ്കിനെക്കുറിച്ചൊക്കെ തന്നെയും വിശദീകരിക്കുകയും ചെയ്തിരുന്ന ഒരു ഘട്ടം കൂടി ഏതായാലും നിലവിലുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പ്രചരണ രംഗത്ത് ഇത് വലിയ
വിവാദ വിഷയമായി തന്നെ എന്തായാലും നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഏതായാലും വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആ സമയത്തുള്ള ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് വോട്ടെടുപ്പ് വരെ ഇതിങ്ങനെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോയി ഇതൊരു സജീവ ചർച്ചയാക്കി നിർത്താനുള്ള ശ്രമമുണ്ടോ, അല്ലെങ്കിൽ മറ്റു പല കേസുകളും പോലെ തേഞ്ഞുമാഞ്ഞു പോകുമോ, ഇതിൽ കൃത്യമായ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നതെല്ലാം സംശയമായി തന്നെ അവശേഷിക്കുകയാണ്. വോട്ടുകാര്യത്തിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.